നമസ്കാരം. സ്മാർട്ട് കോർ PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെനാബ് പാലത്തെ കുറിച്ചാണ്. ചെനാബ് പാലത്തെ കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും പോയിന്റ്സ് നോക്കാം. ചെനാബ് പാലം നമുക്കറിയാം, ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന്റെ ഭാഗമായ ഈ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് പാലമാണ് ചെനാബ് പാലം. നീളം 1315 മീറ്ററും ഉയരം 359 മീറ്ററുമാണ്. ചെനാബ് നദീ തടത്തിൽ നിന്നുള്ള ഉയരമാണ് 359 മീറ്റർ. ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദി 2025 ജൂൺ 6-ന്. നിർമ്മാണം കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ്. ഒന്നുകൂടെ നോക്കാം. ചെനാബ് പാലം നീളം 1315 മീറ്റർ, ഉയരം 359 മീറ്റർ. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന്റെ ഭാഗമായ ഈ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് പാലമാണ് ചെനാബ് പാലം. ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദി 2025 ജൂൺ 6-ന്. നിർമ്മാണം കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ്. അടുത്തത് പാമ്പൻ പാലമാണ്. പുതിയ പാമ്പൻ പാലം രാമേശ്വരത്തെയും പാമ്പൻ ദ്വീപിനെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദി 2025 ഏപ്രിൽ 6-ന്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.08 കിലോമീറ്റേഴ്സ്. നിർമ്മാണ ചുമതല റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനായിരുന്നു. അപ്പൊ ഒന്നുകൂടെ നോക്കാം. പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദി 2025 ഏപ്രിൽ 6-ന്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലമാണ് ഈ പുതിയ പാമ്പൻ പാലം. നീളം 2.08 കിലോമീറ്റേഴ്സ്. ഈ പാലം രാമേശ്വരത്തെയും പാമ്പൻ ദ്വീപിനെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. നിർമ്മാണ ചുമതല റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. ജൂൺ 5, ഇവിടെ 21 എന്നാണുള്ളത്, ക്ഷമിക്കണം. 2024 ജൂൺ 5 സുനിത വില്യംസും ബുച്ച് വിൽമോറും US-ൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ആരംഭിച്ചു. പേടകം ബോയിങ് സ്റ്റാർ ലൈനർ. 8 ദിവസത്തെ ദൗത്യത്തിനായി പോയ ഇവർ ബോയിങ് സ്റ്റാർ ലൈനറിലുണ്ടായ തകരാറ് മൂലം 2025 മാർച്ച് 19 വരെ അവിടെ തുടരുകയുണ്ടായി. 2025 മാർച്ച് 19-ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരുന്നു ലാൻഡിംഗ്. സ്പേസ് എക്സ് ക്രൂ 9 ഡ്രാഗൺ പേടകത്തിലാണ് തിരികെ എത്തിയത്. ദൗത്യത്തിന്റെ ഭാഗമായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിനങ്ങൾ 286. ഒന്നുകൂടെ നോക്കാം. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും US-ൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ആരംഭിച്ചത്. പേടകം ബോയിങ് സ്റ്റാർ ലൈനർ. 2025 മാർച്ച് 19-ന് സുനിത വില്യംസും ബുച്ച് വിൽമോർ എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തി. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലായിരുന്നു ലാൻഡിംഗ്. സ്പേസ് എക്സ് ക്രൂ 9 ഡ്രാഗൺ പേടകത്തിലാണ് തിരികെ എത്തിയത്. ദൗത്യത്തിന്റെ ഭാഗമായി 286 ദിവസങ്ങൾ സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ചു. അതോടുകൂടി ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയായി സുനിത വില്യംസ് മാറി. അതായത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് സ്പേസ് വാക്ക് നടത്തിയ വനിത. 3 ദൗത്യങ്ങളിലായി ബഹിരാകാശത്ത് ചെലവഴിച്ചത് 608 ദിവസമാണ്. കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ രണ്ടാമത്തെ US സഞ്ചാരി എന്ന നേട്ടവും കൈവരിച്ചു. പെഗ്ഗി വിറ്റ്സൺ ആണ് 1-ാം സ്ഥാനത്ത്, 675 ദിവസം. ഒന്നുകൂടെ നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് നടന്നത് അല്ലെങ്കിൽ സ്പേസ് വാക്ക് നടത്തിയ വനിത എന്നത് സുനിത വില്യംസ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വ്യക്തി പെഗ്ഗി വിറ്റ്സൺ ആണ്. 1-ാം സ്ഥാനത്ത് പെഗ്ഗി വിറ്റ്സൺ 675. കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ രണ്ടാമത്തെ US സഞ്ചാരിയാണ് സുനിത വില്യംസ്. 3 ദൗത്യങ്ങളിലായി ബഹിരാകാശത്ത് ചെലവഴിച്ചത് 608 ദിവസം. അടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ ആണ്. നമുക്കറിയാം, പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ലാബ് അസിസ്റ്റന്റിന് മെയിൻ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നമുക്കൊന്നുകൂടെ നോക്കാം. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകര ആക്രമണം നടന്നത് 2025 ഏപ്രിൽ 22-ന്. ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ സഹായിച്ച ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണ് S-400 അല്ലെങ്കിൽ സുദർശന ചക്ര. ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ നിയോഗിച്ച ധീര വനിതകളാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. അപ്പോൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഏകദേശം 9ഓളം ഭീകര പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. പഹൽഗാം ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22-ന്. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ സഹായിച്ച ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണ് സുദർശന ചക്ര, S-400 സുദർശന ചക്ര. ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ നിയോഗിച്ച ധീര വനിതകളാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇതോടനുബന്ധിച്ച് നിലവിലെ നമ്മുടെ പദവികൾ പ്രധാനപ്പെട്ടതാണ്. അതില് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് വിക്രം മിശ്രിയാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി, ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. ഒന്നുകൂടെ നോക്കാം. വിദേശകാര്യ സെക്രട്ടറി, നിലവിലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് വിക്രം മിശ്രിയാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, ഇന്ത്യയുടെ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി, ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, നിലവിലെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. അടുത്തത് ആക്സിയോം മിഷൻ 4. ആക്സിയം മിഷൻ 4 അല്ലെങ്കിൽ AX-4 എന്നത് സ്പേസ് എക്സുമായും നാസയുമായും ISROവുമായും സഹകരിച്ച് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ്. വിക്ഷേപണം നടന്ന ദിവസം 2025 ജൂൺ 25-ആണ്. വിക്ഷേപണ റോക്കറ്റ് എന്ന് പറയുന്നത് ഫാൽക്കൺ 9 ആണ്. വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ. വിക്ഷേപണം നടന്ന സ്ഥലം നാസയുടെ കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ശുഭാൻശു ശുക്ലക്ക് കിട്ടി. ഉത്തർപ്രദേശുകാരനായ ശുഭാൻശു ശുക്ലയ്ക്ക് ലഭിച്ചു. ഒന്നാമത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ്. 1984-ലാണ് രാകേഷ് ശർമ്മ യാത്ര നടത്തിയത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാൻശു ശുക്ല. വിക്ഷേപണ പേടകമായ ക്രൂ ഡ്രാഗൺ നിർമ്മിച്ചത് സ്പേസ് എക്സ് ആണ്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുന്നത്. മിഷനിൽ പങ്കെടുക്കുന്ന ആകെ ആസ്ട്രോണോട്ടുകളുടെ എണ്ണം 4. സ്റ്റവോസ് ഉസ്നാൻസി, മിഷൻ സ്പെഷ്യലിസ്റ്റ് ഫ്രം പോളണ്ട്; പെഗ്ഗി വിറ്റ്സൺ, മിഷൻ കമാൻഡർ ഫ്രം USA; ശുഭാൻശു ശുക്ല ഫ്രം ഇന്ത്യ; ടിബോർ കബു. ഒന്നുകൂടെ നോക്കാം. ആക്സിയം മിഷൻ 4 എന്നത് സ്പേസ് എക്സുമായും നാസയുമായും ISROവുമായും സഹകരിച്ച് ആക്സിയം സ്പേസ് നടത്തുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ യാത്രയാണ്. വിക്ഷേപണം നടന്നത് 2025 ജൂൺ 25-നാണ്. വിക്ഷേപണ റോക്കറ്റ് ഫാൽക്കൺ 9 ആണ്. വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ. വിക്ഷേപണം നടന്ന സ്ഥലം നാസയുടെ കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. ഈ ദൗത്യത്തിലൂടെ ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ശുഭാൻശു ശുക്ല മാറി. ഒന്നാമത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ്. 1984-ലാണ് അദ്ദേഹം യാത്ര നടത്തിയത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാൻശു ശുക്ല. വിക്ഷേപണ പേടകമായ ക്രൂ ഡ്രാഗൺ നിർമ്മിച്ചത് സ്പേസ് എക്സ്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുന്നത്. മിഷനിൽ പങ്കെടുക്കുന്ന ആകെ ആസ്ട്രോണോട്ടുകൾ 4. സ്റ്റവോസ് ഉസ്നാൻസി,
മിഷൻ സ്പെഷ്യലിസ്റ്റ് ഫ്രം പോളണ്ട്, പെഗി വിറ്റ്സ്റ്റൺ, മിഷൻ കമാൻഡർ ഫ്രം USA, ശുഭാൻശു ശുക്ല ഫ്രം ഇന്ത്യ, ടിബോർ കബു. ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ബഹിരാകാശ ടൂറിസം, സ്വകാര്യ ഗവേഷണം എന്നിവയുൾപ്പെടെ താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുക. ബിസിനസിനും ശാസ്ത്രത്തിനുമുള്ള വേദികളായി വാണിജ്യ ബഹിരാകാശ നിലയങ്ങളുടെ പ്രായോഗികത പ്രകടിപ്പിക്കുക. ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക. മെറ്റീരിയൽ സയൻസ്, ബയോളജി, ഭൂമി നിരീക്ഷണം, ജീവശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൈക്രോഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ദൗത്യം ഒന്നുകൂടെ നോക്കാം. ബഹിരാകാശ ടൂറിസം, സ്വകാര്യ ഗവേഷണം എന്നിവയുൾപ്പെടെ താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുക. ബിസിനസിനും ശാസ്ത്രത്തിനുമുള്ള വേദികളായി വാണിജ്യ ബഹിരാകാശ നിലയങ്ങളുടെ പ്രായോഗികത പ്രകടിപ്പിക്കുക. അടുത്തത് ബഹിരാകാശ പര്യവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുക. മെറ്റീരിയൽ സയൻസ്, ബയോളജി, ഭൂമി നിരീക്ഷണം, ജീവശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൈക്രോഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. അടുത്തത് PSLV C-60 സ്പാഡക്സ് മിഷൻ. ISRO വിക്ഷേപിച്ച 2 ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് ഇൻ സ്പേസ് ഡോക്കിംഗ് പ്രദർശിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ സാങ്കേതിക പ്രകടന ദൗത്യമാണ് സ്പാഡക്സ് ദൗത്യം. അതായത് ISRO 2 ബഹിരാകാശ പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന ദൗത്യം. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് സ്പാഡക്സ് ദൗത്യം. ISRO വിക്ഷേപിച്ച 2 ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് ഇൻ സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കലാണ്, പ്രദർശിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ സാങ്കേതിക പ്രകടന ദൗത്യമാണ് സ്പാഡക്സ് ദൗത്യം. ഇതിനായിട്ട് പരീക്ഷണ ഉപഗ്രഹങ്ങൾ SDX-01 ചേസർ ഉപഗ്രഹം, XDX-02 ടാർഗറ്റ് ഉപഗ്രഹം. ഇതില് ചേസറായും ടാർഗറ്റായിട്ടും നമുക്ക് ഏത് ഉപഗ്രഹം വേണമെങ്കിലും ഉപയോഗിക്കാം. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളെയാണ് ഭൂമിക്ക് 476 കിലോമീറ്റർ മുകളിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ചത്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭൂമിക്ക് 476 കിലോമീറ്റർ മുകളിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ചത് എന്ന്. 2 പേടകങ്ങളിൽ ഏത് വേണമെങ്കിലും ചേസറായും ടാർഗറ്റായും മാറ്റാനാകുന്ന ആൻഡ്രോജിനസ് ഡോക്കിംഗ് രീതിയാണ് ISRO സ്വീകരിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ISRO തന്നെ വിക്ഷേപിച്ച 2 ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് ഇൻ സ്പേസ് ഡോക്കിംഗ് പ്രദർശിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ സാങ്കേതിക പ്രകടന ദൗത്യമാണ് സ്പാഡക്സ് ദൗത്യം. ഇതിനായിട്ട് പരീക്ഷണ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് SDX-01 ചേസർ ഉപഗ്രഹം, SDX-02 ടാർഗറ്റ് ഉപഗ്രഹം. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളെയാണ് ഭൂമിക്ക് 476 കിലോമീറ്റർ മുകളിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ചത്. 2 പേടകങ്ങളിൽ ഏത് വേണമെങ്കിലും ചേസറായും ടാർഗറ്റായും മാറ്റാനാകുന്ന ആൻഡ്രോജിനസ് ഡോക്കിംഗ് രീതിയാണ് ISRO സ്വീകരിച്ചത്. വിക്ഷേപണം നടന്നത് 2024 ഡിസംബർ 30. ഡേറ്റ് കണ്ടാൽ അറിയാം, 2024 ISROയുടെ അവസാന ദൗത്യമായിരുന്നു അത്. 2024 ഡിസംബർ 30. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C-60. സ്പാഡക്സ് വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ S. സോമനാഥ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി 2025 ജനുവരി 12 കൂടി കഴിയുകയാണ്. അപ്പോൾ ഉപഗ്രഹങ്ങളുടെ നിർണായക കൂടിച്ചേരൽ അല്ലെങ്കിൽ ഡോക്കിംഗ് നടക്കുന്ന സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ ആയിരുന്നു. അത് 2025 ജനുവരി 16 അപ്പോൾ സ്പാഡക്സ് വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ S. സോമനാഥ്, സ്പാഡക്സ് ഡോക്കിംഗ് സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ. പ്രോജക്ട് ഡയറക്ടർ N. സുരേന്ദ്രൻ ആയിരുന്നു. മിഷൻ ഡയറക്ടർ M. ജയകുമാർ. ഉപഗ്രഹങ്ങളുടെ നിർണായക കൂടിച്ചേരൽ നടന്നത് 2025 ജനുവരി 16. ഒന്നുകൂടെ ആവർത്തിക്കാം. സ്പാഡക്സ് വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ S. സോമനാഥ്, പ്രോജക്ട് ഡയറക്ടർ N. സുരേന്ദ്രൻ, മിഷൻ ഡയറക്ടർ M. ജയകുമാർ. ഉപഗ്രഹങ്ങളുടെ നിർണായക കൂടിച്ചേരൽ അല്ലെങ്കിൽ ഡോക്കിംഗ് നടന്നത് 2025 ജനുവരി 16. അതുകൊണ്ട് തന്നെ സ്പാഡക്സ് ഡോക്കിംഗ് സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ V. നാരായണൻ. സ്പാഡക്സ് ഉപഗ്രഹങ്ങൾ അൺഡോക്കിംഗ് ചെയ്തത് 2025 മാർച്ച് 13. ഡോക്കിംഗ് നടന്നത് 2025 ജനുവരി 16.
ഇതിന്റെ അൺഡോക്കിംഗ് നടന്നത് 2025 മാർച്ച് 13-ന്. ഈ ദൗത്യത്തിലൂടെ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. റഷ്യ, അമേരിക്ക, ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. ഇന്ത്യ എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ അതായത് ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. റഷ്യ, അമേരിക്ക, ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ.